ഇപ്പോൾ പിന്നെ ജിന്നിന് തപസ്സുരി ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളതും ചോദിക്കാൻ പറ്റുമോ, അതൊക്കെ ഇവിടെ മറ്റ് ഗ്രൂപ്പുകൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ സിഹിർ ബാധിക്കൂലേ, അങ്ങനെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയോ എന്നുള്ള രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ തമ്മിൽ പരസ്പരമുണ്ട്. ഇനി ഒരു കാര്യം ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാൻ 1 മിനിറ്റ് സമയമായിട്ടില്ല, എനിക്കറിയാം. അപ്പോൾ ആ സമയം അനുവദിക്കണം. മറ്റൊന്നുള്ളത് ഇവിടെ തെരീക്കത്ത് ആണ് ഇത് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിൽ വലിയൊരു തെരീക്കത്ത് പ്രസ്ഥാനം ഇപ്പോൾ ഉടർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ ഒക്കെ നോക്കിയാൽ 35 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടീനെയും ചിലപ്പോൾ നമുക്ക് എണ്ണിയാൽ 10 കുട്ടികളെ കാണില്ല. മുജാഹിദിൻ്റെ നാടാണ്. പക്ഷേ എന്തുണ്ട്, ഇപ്പോൾ ഒരു തെരീക്കത്ത് ഉണ്ട് ഇവിടെ. ആ തെരീക്കത്ത് എന്താ അറിയുമോ, അത് EA ജബ്ബാറിൻ്റെ തെരീക്കത്ത്, ലിയാഖത്ത് അലീൻ്റെ തെരീക്കത്ത്, ജാമിദ ടീച്ചറെ തെരീക്കത്താണ് ഇപ്പോൾ ഇവിടെ ശക്തമായിട്ട്. ഇവിടുത്തെ മുജാഹിദിൻ്റെയും ജമാഅത്തിൻ്റെയും പള്ളി പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിൻ്റെയും എല്ലാവരും മക്കൾ ഇന്ന് അതിലാണെന്ന് സജീവമായിട്ട്. ISMൻ്റെ മെമ്പർഷിപ്പ് പകുതിയിലേറെ കുറയുമ്പോൾ ഇവരെ മെമ്പർഷിപ്പ് ഇന്ന് കൂടി വരികയാണ്. ഇനി യഥാർത്ഥ കുഫർ കാണണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നബിദിനത്തിന് ആഘോഷത്തിന് ഇവിടെ ആളെ കാണുന്നില്ല. പക്ഷെ നിങ്ങളിവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട്. ഈ മുജാഹിദിൻ്റെ നേതാക്കന്മാരെ മക്കൾ മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിൻ്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദിൻ്റെയും എൻ്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ പല മദ്രസകളിൽ പല പരിപാടികളും നമ്മൾ വിളിക്കുന്നുണ്ട്, നേരെ പോയി അവരെ കാണുന്നുണ്ട് ഈ കുട്ടികളെ. പക്ഷേ 200 കുട്ടികളെ വിളിച്ച 10 കുട്ടികൾ നമ്മളെ മദ്രസയിലേക്ക്